ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിന്, അതിൻ്റെ പാർട്ട് 2 ആണിത്. അത് കാണാത്തവർ എന്തായാലും അത് കണ്ടിട്ട് ഇത് കാണാൻ വരിക. അപ്പോൾ മിന്നത്താത്തൻ്റെ റൂമിലെത്തി ഞാൻ മക്കത്ത്. അങ്ങനെ ഇവിടുന്ന് നോമ്പ് തുറക്കാവുന്നതാണ്. ഇവിടെ മിന്നത്താത്തക്ക് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ അറബികൾ ഫുള്ളും മിന്നത്താത്തക്ക് റൂമിലേക്ക് എല്ലാ ഫുഡും എത്തിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പിലിട്ട് മേടിക്കാൻ വന്നതിനു. അപ്പോൾ ഇവിടെ ഇഷാ ബാങ്കിന് ശേഷമേ എല്ലാം എടുത്തു വെക്കുള്ളൂ. അങ്ങനെ നേരെ കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പാർക്ക്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം കളിച്ച് റൈഡിൽ മക്കളൊക്കെ ഇങ്ങനെ കയറാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ മിന്നത്ത് അത് എന്തിലൊക്കെ കയറുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ കയറിയില്ല. എന്നെ കുറേ വിളിച്ചിരുന്നു, അപ്പം ഞാൻ പോയില്ല. അപ്പോൾ ആ ബലൂണും കൊണ്ടുവന്നേരം മക്കൾക്കൊക്കെ ബലൂൺ മേടിച്ചു കൊടുത്ത്. പിന്നെ ഇവിടെ എത്തിയിട്ട് ഇവരെ വൈക്ക് വിട്ടാൽ മതിയല്ലോ. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഞാൻ വീഡിയോ എടുത്ത് ഇവരെ ബാക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. വെറുതെ ഞാനും മിന്നത്താത്തിയൊക്കെ ഇങ്ങനെ ഊഞ്ഞാലടി കളിച്ച് പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തില്ലേനു. പിന്നെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ പാർക്കിൽ എത്തിയാൽ മതിയല്ലോ. അങ്ങനെ അവർ കുറേ റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇന്ത്യക്കാരെ പറ്റി ഇങ്ങനെ പുകയറ്റി അവിടെയുള്ള അറബികൾ വന്നിട്ട്. അപ്പോൾ നമുക്ക് പ്രൗഡ് തോന്നുമല്ലോ നമ്മൾ നാടിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ബലൂൺ എന്തൊക്കെയോ കളി കളിച്ച് തിരിച്ച് റൂമിലേക്ക് പോകാറുണ്ട്. അളിയൻ വിളിച്ചിന്. അങ്ങനെ അളിയനെ അവിടുന്ന് ഉപ്പിലിട്ടതൊക്കെ മേടിച്ചത്. പൈനാപ്പിൾ, മാങ്ങ, നെല്ലിക്ക. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഉപ്പിലിട്ട് കഴിച്ചതിന് ശേഷം ഇത് ഹജ്ജ് ടൈമിന് ഹാജിമാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ അങ്ങനെ ക്ലോക്ക് ടവറൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. കബ്സ ഇതൊക്കെ കഴിച്ച് മടുത്ത്. അതുകൊണ്ട് പിന്നത്തെ പച്ചക്കറിയും ചോറ് വെച്ച് തന്നിരുന്നു. അങ്ങനെ തിരിച്ച് അളിയന് ഞങ്ങളെ ജിദ്ദയിൽ ഇറക്കി തരികയാണ്. എൻ്റെ റൂമിൽ ഇറക്കി തരികയാണ്. അപ്പോൾ എത്രേ ഉള്ളൂ. ബായ്.